ഹായ് ഹലോ. നാട്ടിലെല്ലാം തെയ്യക്കാലങ്ങളാണ്. അപ്പോൾ നമ്മൾക്ക് ശരിക്കും ഓർമ്മ വരും നാട്ടിലെ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇതെൻ്റെ ഒരു കൂട്ടുകാരൻ അവരുടെ അമ്പലത്തിൽ പോയിട്ട് രാവിലെ അയച്ചൊരു വീഡിയോ ആണ്. ഞങ്ങളാണ് ഉണ്ടായിരുന്നതെങ്കിലും ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടാവും. ഇതിൻ്റെ ഒരു ടൈം എന്ന് പറയുമ്പോൾ രാവിലെ പുലർച്ചെ തുടങ്ങട്ടോ, 3 മണിക്കൊക്കെയാണ് രാവിലത്തെ പ്രസാദം കൊടുക്കും, നെയ്യാട്ടക്കളിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പാട്ട് വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ ഫുള്ള് നോക്കി. ഇപ്പോൾ ഓരോ രൂപങ്ങളാണ്. ഇപ്പോൾ വിഷ്ണുമൂർത്തി അങ്ങനെയൊക്കെയാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞിട്ട്, ഒന്ന് ഭഗവതി എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്, ഉറഞ്ഞാടുവാണെന്ന്. ഇതിൻ്റെ കുട്ടികളെല്ലാവരും ആ പറമ്പെന്ന്, അതായത് ഉത്സവകാലമായത് അയാൾ അമ്പലപ്പറമ്പെന്ന് പിന്നെ കുഞ്ഞുങ്ങൾ പോകുമല്ലോ. വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളതാണെങ്കിൽ പോലും അത് ഇച്ചിരി നടന്ന് ദൂരം പോകേണ്ട അവസ്ഥയാണെങ്കിൽ പോലും ആരും അത് വിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവില്ല. അങ്ങനത്തെ ഒരു ഇതാണ് ഉത്സവക്കാലം, തെയ്യാട്ടക്കാലം കേട്ടോ. എല്ലാവരും കാവിലും അമ്പലത്തിലും ഒക്കെ, ചില കാവുകളിലൊക്കെ 3-4 ദിവസങ്ങളുണ്ടാവും. ചില സ്ഥലത്ത് 2 ദിവസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മുടെ കാവിലുള്ളത് 2 ദിവസങ്ങളാണ്. അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി, ഞങ്ങളുടെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരി അവിടെ പോയപ്പോൾ ആ ഒരു വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നു. എനിക്ക് കണ്ടപ്പോൾ സങ്കടം തോന്നി. ഞാൻ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ നിർബന്ധമായും ഇവിടെ പോവുകയും തൊഴിലും ഒക്കെ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇപ്പം പകൽ ടൈമിലാണ് ഇപ്പോഴത്തെ ഈ തെയ്യാട്ടക്കളിയൊക്കെ. എന്തായാലും പുലർച്ചയ്ക്ക് തുടങ്ങും. 3 മണിക്കും 4 മണിക്കൊക്കെയാണ് സ്റ്റാർട്ടിങ് തന്നെ ഉണ്ടാവുക. പ്രസാദം കൊടുക്കും എല്ലാം ഓരോന്നോരോന്നായിട്ടുള്ള. ചിലപ്പം ഒരുമിച്ചുള്ള 2-3 തെയ്യങ്ങൾ ഒരുമിച്ച് ഇറങ്ങും, ചിലപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇറങ്ങും. തലേന്നാണ് വെള്ളാട്ടക്കളി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം അതൊക്കെ തലേന്നാൾ കഴിഞ്ഞിട്ട് അതിൻ്റെ ശരിയായിട്ടുള്ള തെയ്യം കെട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഉണ്ടാവാം. പിന്നെ അവിടെ തന്നെ പ്രസാദൂട്ടും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അല്ലാതെ അത് മിസ് ചെയ്യും. ഓക്കെ, ബൈ.